ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സൈസ് ഡ്രൈവർ പരീക്ഷകൾക്കൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് തീർച്ചയായും നമ്മുടെ എക്സൈസ് ഡ്രൈവർ പരീക്ഷകൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതിന്റെ കീവേഡ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബന്ധമില്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഈ 4 ഓപ്ഷൻസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു മഹാലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. യെസ്, മഹാലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഏത് വന്നിരിക്കുന്നത്? നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി വന്നിരിക്കുന്നത്. അപ്പൊ അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പൊ സോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുള്ള ഓപ്ഷൻ വെട്ടിക്കളയാം. അപ്പൊ ബി നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നോ? അല്ല അല്ലെ? എന്തായിരുന്നു? നമ്മുടെ വ്യവസായവൽക്കരണമായിരുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. കൂടുതലും വ്യവസായത്തിനായിരുന്നു, വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രോത്തിനായിരുന്നു എന്ത് കൊടുത്തിരുന്നത്? ഈ ഒരു സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ 3 ശരിയാണ്. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻ നമ്മൾ പറഞ്ഞു 2 ആണ് തെറ്റെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ 2 ഓൺലി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ബന്ധമില്ലാത്ത പഞ്ചവത്സര സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റും കൂടി നമുക്കൊന്ന് നോക്കാം. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്? ശരിയാണ്. അപ്പം ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 5 ഇയർ പ്ലാനിന്റെ ഒരു ഇമ്പോർട്ടൻസ്. 5 ഇയർ പ്ലാനിന്റെ ഭാഗത്തു നിന്ന് നിരവധി ചോദ്യങ്ങളാണ് എല്ലാ പരീക്ഷകളിലും വരുന്നത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് കാണാം നമുക്ക്? 5 ഇയർ പ്ലാനിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഭാഗത്തു നിന്നും ഒരു ചോദ്യം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു 5 ഇയർ പ്ലാൻ എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? നമ്മൾ 5 ഇയർ പ്ലാൻ എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് USSRൽ നിന്നാണ്. USSRൽ നിന്നാണ്. നമ്മൾ 5 ഇയർ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഒന്നുമില്ല, 5 വർഷത്തേക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ടറിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കുന്നു? പദ്ധതികൾ തയ്യാറാക്കുന്നു. അപ്പോൾ അതാണ് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. 5 വർഷത്തേക്ക് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 5 ഇയർ പ്ലാൻ ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1951ലാണ്. അപ്പം 1951, 56 കാലഘട്ടമാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടേതെന്ന് പറയുന്നത്. ഇനി പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിക്കുമ്പം എല്ലാവരും ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യമെടുത്ത് പറയാറുണ്ട്. അങ്ങനല്ല, പഞ്ചവത്സര പദ്ധതികളുടെ കോമൺ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിന് 4 ലക്ഷ്യങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണ്? 1 വളർച്ച, 2 ആധുനികവൽക്കരണം, 3 സ്വയം പര്യാപ്തത, 4 തുല്യത. അപ്പം വളർച്ച, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, തുല്യത തുടങ്ങിയവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള 4 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്തിട്ടുണ്ട്? PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു 4 ലക്ഷ്യങ്ങളെ പറ്റി. അപ്പോൾ അതും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കു ശാലകൾക്ക് സഹായം നൽകിയ രാജ്യങ്ങൾ അല്ലെ? ഇരുമ്പുരുക്കു ശാലകൾ, അതിൻ്റെ അപ്പുറത്ത് സഹായം നൽകിയ രാജ്യങ്ങൾ എന്ന് തുടങ്ങിയ ഒരു ടേബിളാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനെ എന്ത് ചെയ്യുക? ശരിയായ ജോഡികൾ, ഇവയിൽ ശരിയായ
ശരിയായി കൊടുത്തിരിക്കുന്ന ജോഡികൾ ഏതെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ദുർഗാപൂർ, ബ്രിട്ടൻ, ബൊക്കാറോ, അമേരിക്ക, റൂർക്കേല, ജപ്പാൻ, ഭിലായ്, സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ പറയുന്നതിന് മുന്നേ പറയാം, ഈ ഒരു ഇരുമ്പുരുക്ക് ശാലകൾ വന്നിട്ടുള്ളത് എപ്പോഴാണ്, ഏത് 5 ഇയർ പ്ലാന്റെ ടൈമിലാണ്? നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ ടൈമിലാണ് പ്രധാനമായിട്ടും ഇരുമ്പുരുക്ക് ശാലകൾ വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും 3 ഇരുമ്പുരുക്ക് ശാലകളാണ് സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ ടൈമിൽ വന്നത്. ഇനി 4ാമത്തെ ഇരുമ്പുരുക്ക് ശാല വരുന്നത് എപ്പോഴാണ്? തേർഡ് 5 ഇയർ പ്ലാന്റെ ടൈമിലാണെന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസറിലേക്ക് പോവാം. ഇതിൽ ശരിയായി പൊരുത്തപ്പെട്ടിട്ടുള്ള ജോഡികൾ എന്ന് പറയുന്നത് 1ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അതായത് ദുർഗാപൂർ, ബ്രിട്ടൻ. ഓക്കെ, ദുർഗാപൂർ പവർ സ്റ്റീൽ പ്ലാന്റ് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടൻ തന്നെയാണ്. അതുപോലെ തന്നെ ഭിലായ് പവർ സ്റ്റീൽ പ്ലാന്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തത് ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ പവർ സ്റ്റീൽ പ്ലാന്റുകളെയും ഒന്ന് വേഗം പഠിക്കാം. ഏതൊക്കെയാണ് പവർ സ്റ്റീൽ പ്ലാന്റുകൾ, ഈ പവർ സ്റ്റീൽ പ്ലാന്റുകൾ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഈ പവർ സ്റ്റീൽ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് വേഗം ഡിസ്കസ് ചെയ്യാം. അത് പഠിക്കാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഒരു കോഡ് പറഞ്ഞുതരാം. ബോബി ഡോക്ടർ, RRB ഗ്രൗണ്ടിലൂടെ JCB ഓടിച്ചു. ബോബി ഡോക്ടർ RRB ഗ്രൗണ്ടിലൂടെ JCB ഓടിച്ചെന്ന് ഓർത്താൽ മതി. ഇങ്ങനെ ഈ ഒരു രീതിയിൽ എഴുതുക. എന്നിട്ട് ഇത് താഴേക്ക് വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിങ്ങനെ താഴേക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും. അതായത് ബോ എന്നുള്ളത് നമ്മുടെ ബൊക്കാരോ പവർ സ്റ്റീൽ പ്ലാന്റ് ആണ്. തൊട്ട് താഴെ കിടക്കുന്ന ആണ്. അതായത് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത രാജ്യത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. റഷ്യയാണ് ബൊക്കാരോ പവർ സ്റ്റീൽ പ്ലാന്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തത്. ഇത് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു, ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ജയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജാർഖണ്ഡിലാണ് നമ്മുടെ ബൊക്കാരോ പവർ സ്റ്റീൽ പ്ലാന്റ് ഉള്ളത്. ഓക്കെ, ഇനി ബോബി ഡോക്ടറുടെ ബി ആണ്. ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭിലായ് പവർ സ്റ്റീൽ പ്ലാന്റ് ആണ്. അതിന് തൊട്ട് താഴെ ആണ് കിടക്കുന്നത്. സോ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത രാജ്യം റഷ്യയാണ്. ഇനി C4 ഛത്തീസ്ഗഡ് ആണ്. അപ്പൊ ഛത്തീസ്ഗഡിലാണ് നമ്മുടെ ഭിലായ് പവർ സ്റ്റീൽ പ്ലാന്റ് ഉള്ളത്. ഇനി ലാസ്റ്റ് ഡോക്ടറുടെ ഡി ആണ് കിടക്കുന്നത്. ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുർഗാപൂർ പവർ സ്റ്റീൽ പ്ലാന്റ് ആണ്. അതിന് താഴെ ബി കിടക്കുന്നുണ്ട്. അതായത് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത രാജ്യം ബ്രിട്ടൻ ആണ്. ഇനി എവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ വെസ്റ്റ് ബംഗാളിന്റെ ബി ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഡോക്ടറിന്റെ ആണ്. എന്ന് വെച്ചാൽ റൂർക്കേല പവർ സ്റ്റീൽ പ്ലാന്റ് ആണ്. റൂർക്കേല പവർ സ്റ്റീൽ പ്ലാന്റ് ഇത് ഏത് രാജ്യമാണ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജർമ്മനിയാണ്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ടിലൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ജർമ്മനിയാണ്. ഇനി ഓടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഒഡീഷയിലാണ്. അപ്പോൾ ഒഡീഷ എന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു പവർ സ്റ്റീൽ പ്ലാന്റുകൾ പഠിക്കാനുള്ള കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബൊക്കാരോ പവർ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത് തേർഡ് 5 ഇയർ പ്ലാന്റ് ടൈമിലും ബാക്കി 3 പവർ സ്റ്റീൽ പ്ലാന്റുകൾ സെക്കൻഡ് 5 ഇയർ പ്ലാന്റ് ടൈമിലുമാണ് വന്നതെന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമ്മുടെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴി ഒരുക്കിയ ഘടകങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം, ഇതൊക്കെ എന്തായിരുന്നു? നമ്മുടെ ഗ്രീൻ റവല്യൂഷന്റെ പ്രത്യേകതകളായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആണെങ്കിൽ അതാരാണ്? അത് ഡോക്ടർ M.S. സ്വാമിനാഥനാണ്. ഡോക്ടർ M.S. സ്വാമിനാഥനാണ്. ഡോക്ടർ M.S. സ്വാമിനാഥനുമായി ബന്ധപ്പെട്ടിട്ടും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം ഇദ്ദേഹം മരിച്ചുപോയിരുന്നു. ഇദ്ദേഹം മരിച്ചുപോയത് 2023 സെപ്റ്റംബർ 28-നാണ്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കാണുന്നുണ്ട്. അപ്പം ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവാണെങ്കിൽ അത് ഡോക്ടർ M.S. സ്വാമിനാഥനും. ഇനി ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ വേൾഡിൽ നമുക്ക് പറയാനാണെങ്കിൽ അതാരാണ്? അത് നോർമാൻ ബോർലോഗ് ആണ്. ഓക്കെ, നോർമാൻ ബോർലോഗ് ആണ്. ഓക്കെ, ഇനിയിപ്പം ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട്
വലിയ കർഷകർക്കും ചെറിയ കർഷകർക്കും ഇടയിലുള്ള അന്തരം കൂടി, അതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന ഭാഗം കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഗ്രീൻ റവല്യൂഷൻ എത്ര ഫേസസ് ആയിട്ടാണ് നടന്നത്? ഗ്രീൻ റവല്യൂഷൻ 2 ഫേസുകളായിട്ടാണ് നടന്നത്. ഗ്രീൻ റവല്യൂഷൻ 1-ാം ഘട്ടത്തിൽ നടക്കുമ്പോൾ ഏത് വിളക്കാണ് പ്രാധാന്യം കൊടുത്തത് എന്നുള്ള ചോദ്യം കണ്ടിട്ടുണ്ട്. ഗോതമ്പിനാണ് പ്രാധാന്യം കൊടുത്തത്. സോ ഗോതമ്പ് വിപ്ലവം എന്നും എന്തറിയപ്പെടാറുണ്ട്, നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. സമ്പദ്ഘടനയുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്നാണ് ചോദ്യം. അപ്പം ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏത് എന്നായിരുന്നു ചോദ്യം. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം 3-ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുമ്പോൾ 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അതൊരു ഫെയിലിയർ ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു, ഒരു പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയായിരുന്നു നമ്മുടെ 3rd 5 year പ്ലാൻ എന്ന് പറയുന്നത്. കാരണം എന്താ? ഈ ഒരു സമയത്താണ് നമ്മുടെ ഏതൊക്കെ യുദ്ധങ്ങൾ വരുന്നത്? ഇൻഡോ പാക് വാറും, ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം, അതുപോലെ തന്നെ ഇന്ത്യ ചൈന യുദ്ധം ഒക്കെ വരുന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും ഡ്രോട്ട് ഉണ്ടായിട്ട് വരൾച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളാൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 3-ാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ 3-ാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനായിരുന്നു? ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു എന്നും കൂടി നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. 1-ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു എന്നതാണ് ചോദ്യം. ഏതാണ് ഇതിന്റെ ആൻസർ? എന്താണ്? 1-ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അത് ഹരോഡ് ഡോമർ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തി വന്ന പദ്ധതിയാണ് 1-ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളും അത് ഏത് പ്ലാനിനെ അല്ലെങ്കിൽ അത് ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തി വന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഒരുപാട് കാണുന്നുണ്ട്. ഇത് വളരെ ബേസിക് ആണ്. അപ്പം 1-ാം പഞ്ചവത്സര പദ്ധതി ഹരോഡ് ഡോമർ മോഡൽ, ഇനി 2-ാം പഞ്ചവത്സര പദ്ധതി ആണെങ്കിൽ മഹാലനോബീസ് മോഡൽ. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡലുകൾ ഏതൊക്കെയെന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ഓരോ പഞ്ചവത്സര പദ്ധതിയും എടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പം നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഓരോ പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് 2 രീതിയിൽ ലക്ഷ്യങ്ങളെ തിരിക്കാം. ഒന്ന്, നമുക്ക് ടോട്ടൽ 12 പഞ്ചവത്സര പദ്ധതികളാണ് ഉള്ളത്. അപ്പം ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യങ്ങളും ചോദിക്കാറുണ്ട്. അല്ലാതെ പഞ്ചവത്സര പദ്ധതികളുടെ കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള 4 ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരുടെയും കൂടി എടുത്ത് പഠിച്ചു നോക്കാം. 1-ാം പഞ്ചവത്സര പദ്ധതി. 1-ാം പഞ്ചവത്സര പദ്ധതി എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുത്തത്? സെൽഫ് റിലയൻസിനാണ്, സ്വാശ്രയത്വത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇനി 5ലേക്ക് വന്നാൽ 5-ാം പഞ്ചവത്സര പദ്ധതി 74-79 കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് എന്തിനു പ്രാധാന്യം കൊടുത്തു? പോവർട്ടി അലിവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്തു. ഈ ഒരു സമയത്താണ് ഗരീബി ഹട്ടാവോ പോലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇനി 5-ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രേക്ക് വരുന്നുണ്ട്. അതായത് 5-ന് ശേഷം 6ലേക്ക് പോകുന്നില്ല. 6ലേക്ക് പോവാതെ അവിടെ പഞ്ചവത്സര പദ്ധതികൾക്ക് ഒരു ബ്രേക്കാണ് വരുന്നത്. ആ ബ്രേക്ക് അറിയപ്പെടുന്ന പേര് റോളിംഗ് പ്ലാൻ എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ റോളിംഗ് പ്ലാൻ വരുന്നുണ്ട്. ഇനി ഈ ഒരു 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകതകളും കൂടി മനസ്സിലാക്കി വെച്ചോളൂ. അതായത് കാലാവധി പൂർത്തിയാക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും നമ്മുടെ 5-ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാരണം 5-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് താഴെ വീഴുകയും മൊറാർജി ദേശായി ഗവൺമെന്റ് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വരുമ്പോൾ ഈ ഒരു 5-ാം പഞ്ചവത്സര പദ്ധതിനെ സസ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം റോളിംഗ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുമാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് 6ലേക്ക് വരാം. 6-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1980-85 കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ അടിസ്ഥാന വികസനത്തിനും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും കാര്യങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റിന് ഈ ഒരു സമയത്ത് ഒരുപാട് റൂറൽ സെക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും സ്കീമുകളൊക്കെ വന്നിരുന്നു. IRDP പോലുള്ള സ്കീമുകളൊക്കെ വന്നത് 6-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. ഇനി 7-ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ 1985-90 കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനും മോഡേണൈസേഷനും ഒക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ 7-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഈ ഒരു 7-ന് ശേഷം വീണ്ടും ഒരു ബ്രേക്ക് വരുന്നുണ്ട്. സാമ്പത്തിക അസ്ഥിരത കാരണം ഈ ഒരു സമയത്ത് വീണ്ടും പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് നമ്മളൊരു ബ്രേക്ക് എടുക്കുകയും ആനുവൽ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ
തൊണ്ണൂറ് കാലഘട്ടത്തിൽ ആനുവൽ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ LPG റീഫോംസ് ഒക്കെ ഇന്ത്യയിലോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇനി 8ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരാം. 8ാം പഞ്ചവത്സര പദ്ധതി 92-97 കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇനി 9ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുമ്പോൾ 97-2002 കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രാമീണ മേഖലയുടെ ഡെവലപ്മെന്റിനും വികേന്ദ്രീകരണ ആസൂത്രണത്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത ഒരു സമയമായിരുന്നു ഈ ഒരു 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഈ ഒരു സമയത്താണ് 1997 മെയ് 17 എന്ത് വരുന്നത്? മെയ് 17 നമ്മുടെ കുടുംബശ്രീ ഒക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി 10ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോവുകയാണെങ്കിൽ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 2002-2007 കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് നിക്ഷേപങ്ങൾക്കും കാര്യങ്ങൾക്കും ഇൻവെസ്റ്റ്മെന്റിനും കാര്യങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇനി 11ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 2007-2012 കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് ജനങ്ങളുടെ ഓവറോൾ ഡെവലപ്മെന്റിനും കാര്യങ്ങൾക്കും സമഗ്ര വികസനത്തിനാണ് നമ്മൾ ഈ ഒരു സമയത്ത് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇനി അവസാന പഞ്ചവത്സര പദ്ധതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാന പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2012-2017 കാലഘട്ടമായിരുന്നു. സുസ്ഥിര വികസനത്തിനാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടും ഇക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ആ ഒരു ചോദ്യങ്ങളുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പോകാമെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഒരു ഹോട്ടായിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഈ ഒരു ഇക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ എന്ന ഭാഗം, അതുപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ എന്ന ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക? കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നമ്മുടെ എക്സൈസ് ഡ്രൈവറുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പഠനത്തിൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പഠനത്തിൻ്റെ സ്പീഡ് കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല എനർജറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പഠനത്തെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാംസും സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും PYQ ഡിസ്കഷൻസും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സിൻ്റെ PDF നോട്ടുകളും വീക്ക്ലി എക്സാംസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്